കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്ത പണം കൊണ്ട് പരിശീലനം നേടി പണി പൂർത്തിയാക്കാത്ത വീട്ടിൽ നിന്ന് സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നം കയ്യെത്തിപ്പിടിച്ചിരിക്കുകയാണ് ശ്രീജ. തിരുവനന്തപുരം നെരുവാമൂട് സ്വദേശിയായ ശ്രീജയ്ക്ക് 57ാം റാങ്കാണ് കിട്ടിയത്. ഇന്ത്യൻ ഫോറിൻ സർവീസാണ് ലക്ഷ്യം. നിർമ്മാണ തൊഴിലാളിയായ അച്ഛൻ്റെയും അമ്മയുടെയും അഭിമാനമായിരിക്കുകയാണ് ശ്രീജ ഇപ്പോൾ. ഒപ്പം നമ്മുടെ ഓരോ മലയാളിയുടെയും അഭിമാനമാണ് ശ്രീജ. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും അഭിമാനമായി 57ാം റാങ്ക് നേടിയ ശ്രീജ ജയസിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു സാധാരണ ഗ്രാമത്തിലെ സാധാരണക്കാരായ മാതാപിതാക്കളുടെ സാധാരണക്കാരിയായ ഒരു മകൾ ഈ നാടിന്റെ മുഴുവൻ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് അഭിമാനമായി 57ാം റാങ്ക് നേടിയിരിക്കുകയാണ്. എന്നോടൊപ്പം ചേരുന്നു കുടുംബം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എത്ര വർഷമായി ഇങ്ങനെ ഒരു മോഹം മനസ്സിലുദിച്ചിട്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ 7th സ്റ്റാൻഡേർഡിൽ ഹരിത മാമ ഓൾ ഇന്ത്യ റാങ്ക് 1 മേടിച്ചു. അപ്പം പത്രത്തിൽ വലിയ വാർത്തയായി. അന്ന് മുതലേ ഉള്ളൊരു സ്വപ്നമാണിത്. അപ്പം മെയ് 2024 മുതലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഫോർച്യൂണിലെ സ്റ്റുഡന്റ് ആണ്. അപ്പം ഓൾമോസ്റ്റ് 2 years ആവാറായി പഠിത്തം പൂർണ്ണമായിട്ട് തുടങ്ങിയിട്ട്. അപ്പം പക്ഷെ ഇത് കുറെ നാളത്തെ ഒരു സ്വപ്നമാണ്. അപ്പൊ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഈ സിവിൽ സർവീസിന് വേണ്ടി തന്നെ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കാത്തിരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും സിവിൽ സർവീസ് അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഏത് തരത്തിലായിരുന്നു പരിശീലനമൊക്കെ? ഫുൾ ടൈം ആയിട്ട് ഈ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? അക്കാഡമിയിൽ പോയതൊക്കെ ഫുൾ ടൈം ആയിരുന്നു? ഞാൻ ഫുൾ ടൈം പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ PCM ക്ലാസ്സസ് ഓൺലൈൻ ആയിട്ടാണ് എടുത്തത്. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ മെയിൻസ് ടെസ്റ്റ് സീരീസും ഇന്റർവ്യൂ ഗൈഡൻസും ഫോർച്യൂണിൽ പോയാണ് ചെയ്തിരുന്നത്. ഏതായിരുന്നു സബ്ജക്ട് മെയിൻ? ഓപ്ഷണൽ എന്റേത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. ഇപ്പൊ ഒരു സബ്ജക്ട് അല്ലേ ഉള്ളൂ? ഒരു ഓപ്ഷൻ ഇല്ല? അതെ, ഒരു ഓപ്ഷനിലാണുള്ളത്. എന്താണ് ഐച്ഛിക വിഷയമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് തന്നെ എടുക്കാൻ ഡിഗ്രിക്കൊക്കെ അത് തന്നെ ആയിരുന്നുകൊണ്ടാണോ അതോ? അതെ, എനിക്ക് സബ്ജക്ട് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്ട് ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ PSIR എടുത്തതും ഓപ്ഷണലായിട്ട് പഠിക്കുന്നത്. മറ്റു സുഹൃത്തുക്കളോടൊക്കെ പറയുന്നതായിട്ട് IFS ആണ് കൂടുതൽ താല്പര്യം. നേരത്തെ തൊട്ടേ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു കമ്പം ഉണ്ടായിരുന്നു? അതെ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് കോളേജിൽ വെച്ചിട്ട് ആ കമ്പം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ 2021 എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു. ഇപ്പൊ കയ്യിലില്ല. അതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീജ ജയ്സ് IFS എന്ന്. എനിക്കൊന്ന് അന്ന് മുതൽ ഇതെന്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ പിന്നീട് MA അത് കഴിഞ്ഞിട്ട് പിന്നെ മെയ് 2024 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീജ ജയ്സ് IFS എന്ന്. അപ്പം ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫോറിൻ സർവീസ് എടുക്കണം. ഇങ്ങനെ നോമ്പ് നടക്കുന്ന സമയമാണ്, ജപമാലയുണ്ട്, അത് ഒരു വലിയ വിശ്വാസമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു സംഭവം. എന്റെ അമ്മയും അച്ഛനും പള്ളിയിലുള്ള ഒത്തിരി ആൾക്കാർ എപ്പോഴും പ്രാർത്ഥിക്കും, കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എന്റെ കയ്യിലും കൊന്തയുണ്ട്. അപ്പം ഞാൻ കൊന്തയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എനിക്കൊന്ന് ഒരു കൊന്തയൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. റിസൾട്ട് വരുമെന്ന് അറിയായിരുന്നു? മാർച്ച് 2 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് മുതൽ എനിക്ക് ടെൻഷൻ എന്ന് വരുമെന്ന്. അപ്പം ഇന്നലെയും റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തോ അറിയാണ്ട് ഒരു ഉള്ളിന്നൊരിത് ഇന്ന് മിക്കവാറും വരുമായിരിക്കും, ഇന്ന് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലതായിട്ടൊന്ന് ഞെട്ടി. കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിയോഗമായിട്ട് വെച്ചേക്കായിരുന്നു അല്ലേ? ഇങ്ങനെ നിയോഗം തന്നെയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ഇനി എക്സാം എനിക്ക് എഴുതാണ്ട് എനിക്ക് ആദ്യമേ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുക്കണം, 2 ഡിജിറ്റ് റാങ്ക് മേടിക്കണം. ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 15 ആണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അതെനിക്കൊരു ആങ്കർ ആയിരുന്നു. പക്ഷെ 57 കിട്ടിയതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട്. അമ്മയും എപ്പോഴും ജപമാല പറയുന്ന ആളാണ്, അച്ഛനും ജപമാല പറയുന്ന ആളാണ്. അപ്പം അവരുടെ വാക്കുകളൂടെ കേൾക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു മോളുടെ ഈ ഒരു പരിശീലനം? എങ്ങനെയാണ് നിങ്ങൾ അതിനെ പിന്തുണ കൊടുത്തത്? നമ്മള് പിന്തുണ കൊടുത്ത് അവളെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടു പഠിക്കാൻ വേണ്ടി. അല്ല, പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയൊരു നേട്ടം മകളെ സ്വന്തമാക്കും? ഉറപ്പായിരുന്നു മകൾ അത്രയും വിശ്വാസം? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും. അവള് പഠിത്തത്തിന്റെ കാര്യത്തിൽ സാറുമാരുമായിട്ട് വിളിച്ച് സംസാരിക്കും. ഞാനല്ലേ കൊണ്ടുപോകണത് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലപോലെ അപ്പൊ ദൈവം തന്നെ എന്നോട് പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. അന്ന് ഇവിടെ നിന്ന് പോയപ്പോഴും പള്ളിയിൽ അച്ഛന്മാരടുത്ത് പറഞ്ഞിട്ട് പോയി കുർബാന നടത്തണം. അതെല്ലാം അവർ നടത്തി. അവരും പറയുന്നത് അച്ഛൻ എന്താ ചെയ്യുന്നത്? കൂലിപ്പണി, കൊത്തന്മാരോടൊപ്പം. ഒരു മകളാണ്, ഒരു മോനുണ്ട്. മോനുണ്ടല്ലേ? മോൻ എന്ത് ചെയ്യുന്നു? മോൻ ഇവിടെ മദ്രാസിൽ പഠിക്കുന്നു. അമ്മയുടെ പേരെന്താണ്? അമ്മ പ്രതീക്ഷിച്ചിരുന്നോ മോൾ ഇങ്ങനെ ഒരു വലിയ നേട്ടം സ്വന്തമാക്കും? അപ്പം എന്താണ് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? എങ്ങനെയാണ് ഇനി ഫോറിൻ സർവീസിലേക്ക് എത്തിയാൽ ആദ്യമായിട്ട് എന്ത് ചെയ്യാനാണ് താല്പര്യം? എനിക്ക്
അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞൂടാ ഈ സർവീസ് എന്താണെന്നല്ല അതില് വർക്ക് എങ്ങനെയാണെന്നൊന്നും ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്ക് എക്സൈറ്റ്മെന്റ് വേണം. പുതിയ കാര്യങ്ങൾ അറിയുമ്പോഴും ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതിനകത്തോട്ട് റാങ്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു വലിയ എക്സൈറ്റിംഗ് സംഭവമാണല്ലോ. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എന്ത് വന്നാലും ലൈക്ക് ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. രാജ്യത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും എന്നെ കൊണ്ട് പറ്റുന്നതിനപ്പുറം എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവരോട് എന്താ പറയാനുള്ള ഒരു ഷോർട്ട് ബ്രീഫ്? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, പഠിക്കുക. നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ പറയാൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ റാങ്ക് കിട്ടത്തുള്ളൂ. പക്ഷേ റാങ്കിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഒരു നല്ലൊരു മനുഷ്യനെ തീരുക എന്നുള്ളതാണ്. എന്റെ ഒരു കാര്യത്തിൽ എനിക്ക് എക്സാം എന്നെ തന്നെ മനസ്സിലാക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. തിരിഞ്ഞും പിരിഞ്ഞൊന്നും ആലോചിക്കുക, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ബാക്കി എല്ലാം നടക്കും. എല്ലാ ആശംസകളും, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി അച്ഛാ. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.